ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഒരു വലിയൊരു വ്ളോഗൊന്നും ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ചെറിയൊരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ നിങ്ങൾ വ്ളോഗൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നത്. അപ്പോൾ നോമ്പൊക്കെ ആവാനായതുകൊണ്ട് തന്നെ ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് ആദ്യത്തെ പരിപാടി. ഇനി സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. സാധാ കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മുട്ടേൻ്റെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മുട്ട മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഒരു 2 കയ്യിൽ മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഉണ്ടാക്കുമ്പം മുട്ടയും പാലുമാണ് വേണ്ടത്. അപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ഞാൻ മൈദ കുറച്ച് ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക. എന്താ ആവുന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. പറ്റ കട്ടിയാവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലൂസായിട്ട് വേണം കേട്ടോ ഈ ഒരു ബാറ്റർ. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സസ്പെൻസ് ഇടുന്നില്ല. എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ചിക്കൻ ബ്രെഡ് പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് എന്ന് വെച്ചാൽ എന്താ പറയുക ഭയങ്കര കുഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായാലും നമുക്ക് ഇനിയും വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതാ സവാളയൊക്കെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2, 3, 4 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മസാലപ്പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാലയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതാ നമ്മുടെ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് തന്നെ ചിക്കൻ ഞാൻ കറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കരുത്. കൈകൊണ്ട് പിച്ചെടുത്താൽ മതിയാവും. അത് നന്നായിട്ട് ആ കൂട്ടിലിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി ഞാനൊരു 8 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ എല്ലാം കൂടെ വെച്ച സമയത്ത് ബ്രെഡ് ചെറുതും വലുതും ആയതുകൊണ്ട് കുറേ കട്ട് ചെയ്ത് പോകും. അപ്പം ഞാൻ ഓരോന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഒരു പഴയ പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേലെയാണ് കേട്ടോ ഞാൻ കടായി വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കടായി വെക്കുന്ന സമയത്ത് അടിയിൽ പാനിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കടായി കട്ടിയുള്ള പാത്രമാണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും അങ്ങനെ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മുടെ ഓരോ ബ്രെഡും നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ എണ്ണം കുറച്ചും കൂടെ കൂട്ടണം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊളാവോ എന്താവോ എന്നറിയില്ലല്ലോ. ഇനിയിപ്പോൾ അത് 4 വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫില്ലിങ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലോണം തന്നെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ 4 കൂടെ ബാക്കിയുണ്ടല്ലോ അല്ലേ, ആ 4 ബ്രെഡും കൂടെ ബാറ്ററിൽ മുക്കിയിട്ട് അതിൻ്റെ മേലെ വശത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ബ്രെഡ് ഇങ്ങനെ ഇതിൽ മുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പാകത്തിനാവുമല്ലോ കുഴഞ്ഞു പോയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതൊക്കെ പോളയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയത്.
അപ്പോൾ ഇനി ബാക്കിയുള്ള ബാറ്റർ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ പാലിലാണ് എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോൾ മൈദ എടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അതും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ, അടി കരിയോ എന്താ സ്ഥിതി എന്നറിയാതെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ പാൻ എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് മേലേക്ക് ചൂട് ആവുന്നത് കാണാഞ്ഞിട്ട്. അപ്പോൾ കടായിക്ക് അടിയിൽ പാനിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദാ താഴെ ഭാഗം ഇങ്ങനെ ഇളകി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ വശം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം തിരിച്ചിട്ടാൽ പാത്രത്തിലേക്ക് പാത്രം വെച്ചൊന്ന് മറിച്ചിട്ടാൽ മതി. പക്ഷേ മേലെ വല്ലാതെ വെന്തിട്ടില്ല, അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് നാശമാവുമോ എന്നറിയില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ പ്ലേറ്റിലേക്കൊന്ന് ആ വശം തന്നെ വെച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കടായിൽ കുറച്ചുകൂടെ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മോൾ വശം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, കൈ പൊള്ളിയും ചെയ്ത്. എന്തായാലും ഇത് സക്സസ് ആവണം എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിവശം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി കേട്ടോ. അപ്പോൾ ഇത് അടിവശം കാണുമ്പം കറക്റ്റ് റൗണ്ട് പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. നമ്മുടെ ആ ബാറ്ററി ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തില്ലേ, അതൊന്ന് റൗണ്ടായി കിട്ടിയതായിരിക്കും. അങ്ങനെ അതിൻ്റെ മേൽവശം കൂടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ പാത്രം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കൂടെ വെക്കുകയായിരുന്നു അടുപ്പത്ത്. അപ്പോൾ എന്നാലാണ് ആ ഒരു ബ്രൗൺ കളർ വരുള്ളൂ. അത് വരുമ്പോഴാണല്ലോ അല്ലേ കാണാനൊരു ഭംഗിയും കൂടെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനതൊന്ന് മുറിച്ച് നോക്കുകയാണ്. നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് എന്താവും എന്ന് അറിയാഞ്ഞിട്ട് ഭയങ്കര ഇതായിരിക്കുമല്ലേ. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. തീയെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല അടിപൊളി സ്നാക്ക് തന്നെയായിരുന്നു. നമ്മുടെ കുട്ടിക്കും ഷെഫീക്കാക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്. ബീഫ് വെച്ചിട്ടോ നമുക്ക് മുട്ട വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നോമ്പിൻ്റെ ഒരു ദിവസത്തേക്കുള്ള സ്നാക്കായല്ലോ അല്ലേ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് അഭിപ്രായം പറയുക, ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുട്ടയും മൈദയും തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് ആയിട്ടുണ്ടല്ലോ. ഞാൻ ആ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.